ഏവർക്കും വിസ്ഡം ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിസ്ഡം ലേണിംഗ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യത്തിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ്. ഇത് പുതിയ ചാനലാണ്, രണ്ടാമത്തെ വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഈ ചാനൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ചാനൽ തുടങ്ങുന്നത് മാത്സിൻ്റെ ക്ലാസ്സോട് കൂടിയാണ്. തുടർ വീഡിയോകളിൽ മറ്റുള്ള സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തി നമ്മൾ ഈ ചാനൽ വിപുലീകരിക്കുന്നതാണ്. അതിന് വേണ്ടുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വളരാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നമുക്ക് കളക്ട് ചെയ്യാം. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് JEE 2024 ചോദിച്ച മാത്സിന് ചോദിച്ച PYQ ക്വസ്റ്റ്യനാണ്. JEE PYQ സെക്ഷനിൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് നമുക്ക് dy-നെ ഒരു സൈഡിൽ ആക്കിയിട്ട് dx-നെ മറ്റു സൈഡിലാക്കാൻ വേണ്ടി എഴുതാം. എങ്ങനെ എഴുതാം? dy = 2x² + 2x + 3 ഡിവൈഡഡ് ബൈ, ഇതെന്താണ്? ഇതൊരു ബൈ ക്വാഡ്രാറ്റിക്കാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. x² + 1 × x² + 2x + 2 × dx എഴുതാം. ഇനി ഇങ്ങനെ ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ജോലി ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്യാം. എന്താണത്? 2x² + 2x + 3 ഡിവൈഡഡ് ബൈ x² + 1 × x² + 2x + 2 = a ഡിവൈഡഡ് ബൈ, സെപ്പറേറ്റ് ചെയ്യുകയാണ് നമ്മളല്ലേ, x² + 1 പ്ലസ് ഇത് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് bx + c ഡിവൈഡഡ് ബൈ x² + 2x + 2 എന്ന് എഴുതും. ഇനി നമ്മളെന്താണ് ഈ ഡിനോമിനേറ്റർ കൊണ്ട് ടോട്ടലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x² + 2x + 3 = a × മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² + 1 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് കിട്ടും? x² + 2x + 2 പ്ലസ് b × bx + c × ഈ ഡിനോമിനേറ്റർ ഇവിടെ എഴുതാം, x² + 1. ഇനി നമ്മളെന്താണ് ഹയസ്റ്റ് പവർ ആരാണ്? എക്സിൻ്റെ x³ ആണ്. x³ കൊഫിഷ്യൻ്റ് കമ്പയർ ചെയ്യാം. x³ കൊഫിഷ്യൻ്റ് കമ്പയർ ചെയ്യുമ്പം ഇവിടെ ആരുമില്ല, 0 = ഇവിടെയും ആരുമില്ല. ഇവിടെ ആര് വരും? bx × x² എന്ന് വെച്ചാൽ bx³. അപ്പം b. അപ്പം നമുക്ക് ആദ്യം ഒരു ആൻസർ കിട്ടി, b = 0 എന്ന് കിട്ടി. അടുത്ത ആരാണ്? x² കമ്പയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? x² കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ്? x² കൊഫിഷ്യൻ്റ് 2 = ഇവിടെ എത്രയാണ്? a. ഇവിടെ എന്താണ്? c × x², ദാറ്റ് = a + c. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ കിട്ടി, a + c = 2. ഇനി ആരെയാണ് കമ്പയർ ചെയ്യേണ്ടത്? എക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് 2 = ഇവിടെ എന്താണ്? 2a പ്ലസ് bx അല്ലേ, bx × 1 b, ദാറ്റ് = b. അപ്പോൾ എന്താണ്? b 0 ആണ്. അതായത് a = 1 എന്ന് കിട്ടി. a = 1 ആകുമ്പോൾ a + c 2 ആണ്. c = 1 എന്ന് കിട്ടി. ഇനി നമുക്കതിനെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടിയും? ഇൻ്റഗ്രൽ dy = ഇൻ്റഗ്രൽ a എത്രയാണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ x² + 1 × dx പ്ലസ് b 0 ആണ്, c 1 ആണ്. അപ്പം 1 ഡിവൈഡഡ് ബൈ x² + 2x + 2 × dx എന്ന് കിട്ടി. ഇൻ്റഗ്രൽ ഓഫ് dy എത്രയാണ്? y ആണ്. y = ഇൻ്റഗ്രൽ ഓഫ് 1/x² + 1, ദാറ്റ് = tan 1x പ്ലസ് ഇൻ്റഗ്രൽ ഓഫ്, ഇതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. x² + 2x + 2നെ ആദ്യം നമ്മൾ എന്ത് എഴുതാം? x + 1² അപ്പം 1 ആവും. പിന്നെ ഒരു 1ൻ്റെ കുറവുണ്ട്, അത് നമുക്കിവിടെ ആഡ് ചെയ്യാം, dx. അപ്പോൾ നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായി. y = tan 1x പ്ലസ് tan 1 x + 1
എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ എന്തായിരിക്കും ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൺ പ്ലസ് സി. ഇനി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത ഏതാണ് വൈ ഓഫ് മൈനസ് വൺ ഇസ് ഈക്വൾ ടു മൈനസ് പൈ ബൈ ഫോർ. അപ്പോൾ വൈ ഓഫ് മൈനസ് വൺ ഇസ് ഈക്വൾ ടു മൈനസ് പൈ ബൈ ഫോർ ഈസ് ഈക്വൾ ടു ടാൻ ഇൻവേഴ്സ് മൈനസ് വൺ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം മൈനസ് വൺ കൊടുക്കുമ്പോൾ മൈനസ് വൺ പ്ലസ് വൺ 0 പ്ലസ് സി. ടാൻ ഇൻവേഴ്സ് മൈനസ് വൺ എത്രയാണ് മൈനസ് പൈ ബൈ ഫോർ. അപ്പോൾ പൈ ബൈ ഫോർ ഈ പൈ ബൈ ഫോറും ഈ പൈ ബൈ ഫോറും വിട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടും സി എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എന്താണ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൺ എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ട വൈ ഓഫ് സീറോ. വൈ ഓഫ് സീറോ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് 0 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം 1 കൊടുക്കും 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 1 1 ആവും. ടാൻ ഇൻവേഴ്സ് 0 ആയി പോവും. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എത്രയാണ് അപ്പോൾ വൈ ഓഫ് 0 ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന ആൻസർ നമുക്ക് കിട്ടും. ഉത്തരം സി ഇസ് ദ മൂന്നാമത്തതാണ് കറക്റ്റ് ഉത്തരം. നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.